ഹായ് അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമുക്ക് ഡിന്നറിനൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു മസാല ചിക്കൻ്റെ റെസിപ്പിയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ചെറിയ സമയം കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. നമുക്ക് ആദ്യം വേണ്ടത് ചിക്കനാണ്. ചിക്കൻ ഒരു മീഡിയം സൈസ് കട്ടിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് രീതിയിലും എടുക്കാം, സ്കിന്നോട് കൂടിയതോ അല്ലെങ്കിൽ ഫുൾ ചിക്കനോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇനിയിപ്പോൾ ചെറിയ സ്മോൾ പീസസ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം. ഇനി അതിലേക്കുള്ള മാരിനേഷൻ നോക്കാം നമുക്ക്. അതിനുവേണ്ടി ഒരു മീഡിയം സൈസ് സവാള, ഒരു മീഡിയം സൈസ് തക്കാളി, 5-6 അല്ലി വെളുത്തുള്ളി, പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടി നമ്മളിവിടെ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പീസ് ഇഞ്ചി. ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ്റെ അളവ് കൂടുതലുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ അളവൊന്ന് കൂട്ടിയെടുക്കുക. ഇതൊക്കെ ജാറിലിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് പൊടികൾ ആവശ്യമായിട്ടുണ്ട്. 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1.5 ടേബിൾ സ്പൂൺ വിനീഗർ. ഇനി നമുക്ക് മെയിനായിട്ട് ഇതിലേക്ക് വേണ്ടത് ഇതുപോലത്തെ കായ്മുളകാണ്. കായ്മുളക് നമ്മൾ എടുക്കുമ്പോൾ എരിവില്ലാത്ത കായ്മുളക് എടുക്കാൻ ശ്രദ്ധിക്കണം. എൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ കുറച്ച് എരിവുള്ളതായതുകൊണ്ട് ഞാൻ ഇതിൻ്റെ സീഡ് കളഞ്ഞിട്ട് ഒരു 3/4 ഭാഗവും സീഡ് കളഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ അതൊക്കെ നമുക്കൊന്ന് നന്നായി അരച്ചെടുത്തിട്ട് വരാം. പിന്നെ ഇതിലേക്ക് ഞാൻ പെപ്പർ പൗഡർ ആഡ് ചെയ്യുന്നില്ല. അത് സ്പൈസി അധികമാവേണ്ട വിചാരിച്ചിട്ടാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അധികം എരിവ് അവർ കഴിക്കില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ പെപ്പർ പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഈ മസാല നന്നായി ചിക്കനിലോട്ടേക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇനി ഇതൊരു 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. കുറഞ്ഞത് 1 മണിക്കൂർ വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ വെക്കാം. ഇനി 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച ചിക്കൻ ഞാനൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പ്രഷർ കുക്കറിൽ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക, കാരണം നമുക്കിതിൽ ഒരു ഗ്രേവി കിട്ടണം. അതുപോലെ തന്നെ ചിക്കൻ നന്നായി വെന്ത് വരികയും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കറിൽ ഒരു 4 വിസിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോരോ പ്രഷർ കുക്കറിന് ഇതനുസരിച്ച് മാറ്റം വരും. ഞാനിത് കറക്റ്റ് 4 വിസിലായപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത്ര വേണ്ടാന്നുണ്ടെങ്കിൽ 3 വിസിൽ വരെ കൊടുത്തിട്ട് നോക്കുക. ഓവർ കുക്കായി പോവാതെ ശ്രദ്ധിക്കണം, കാരണം നമുക്കിത് ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ആ ഒരു ടൈം ഇത് ഓവർ കുക്കായാൽ ഇത് ചിക്കനൊക്കെ ഉടയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 3/4 ഭാഗത്തോളം കുക്കായിട്ട് ഒന്ന് എടുക്കാം. കണ്ടില്ല, നമുക്ക് ഇത്രയും ഗ്രേവി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. പിന്നെ ഒരു പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിൽ തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത് നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്കിട്ട് ഇതിൻ്റെ 2 സൈഡും നല്ല ഗോൾഡൻ കളറായി വരുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്യാം. ഈ ഒരു റെസിപ്പിക്ക് നമുക്ക് പ്രത്യേകിച്ച് കാര്യമായിട്ട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല. നമ്മളെപ്പം വീട്ടിൽ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മളെപ്പം ട്രൈ ചെയ്യുന്ന ആ ഒരു ടേസ്റ്റിൽ നിന്ന് ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു സൈഡ് കുക്കായി ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് 2 സൈഡും റെഡിയാക്കി എടുക്കാം. ഈ ഒരു രീതിയിൽ കുക്കായി വന്നാൽ നമുക്ക് ചിക്കൻ ഒന്ന് എടുത്തൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ബാക്കിയുള്ളതൊക്കെ അതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴേക്ക് നമ്മൾ ഫസ്റ്റ് ഒഴിച്ചിട്ടുള്ള വെളിച്ചെണ്ണ ഒന്ന് കുറഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഞാനൊരു 1 ടേബിൾ സ്പൂൺ കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കൻ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഗ്രേവി മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായി തിളപ്പിച്ചെടുക്കണം. ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരണം, ഒരു തിക്കായിട്ടുള്ള ഗ്രേവിയായി വരണം. നിങ്ങൾക്ക് ഈ ഒരു ഗ്രേവി ഒരുപാട് തിക്കാക്കണ്ടെന്നുണ്ടെങ്കിൽ, അതായത് കുറച്ചും കൂടി ഗ്രേവി അധികം വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ ഫസ്റ്റ് എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, ഉള്ളി തക്കാളി, അതൊക്കെ ഒന്ന് അളവ് കുറച്ച് കൂട്ടിയെടുത്താൽ കുറച്ചും കൂടി ഒരു ഗ്രേവി കിട്ടും. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായി കുറുകി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കണം. ഇനി ഒരു 3-4 മിനിറ്റ് ഈ ചിക്കൻ ഈ ഒരു ഗ്രേവിയിൽ കിടന്ന് നന്നായി ചൂടായി വരണം. അപ്പോൾ ഈ ഒരു ഗ്രേവി ചിക്കനിലോട്ട് നന്നായി പിടിക്കും. നമുക്ക് ചപ്പാത്തിക്കും കുബൂസിനൊക്കെ നല്ല ടേസ്റ്റാണ് ഈ ഒരു ഗ്രേവി. പത്തലിനൊക്കെ പറ്റും.
ചിക്കനിലോട്ട് മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മസാല ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. പ്ലേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇതുപോലെ ആദ്യം ഇതിൻ്റെ മസാല ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അതിൻ്റെ ചിക്കൻ അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായാൽ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.